ഹലോ അതിൻ. അതിൻ അതിൻ ഓക്കെ അല്ലേ? മിസ് അത് ലീവ് ചെയ്യാൻ മറന്നുപോയാണെങ്കിൽ ലീവ് ചെയ്യണം. ഹലോ ഹലോ അതിൻ. ഹലോ ഓക്കെ ഓക്കെ കുറച്ച് കണക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഓക്കെ അപ്പോൾ
ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? അതായത് മൾട്ടിപ്പിൾ ക്ലാസ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. മൾട്ടി ക്ലാസ് ലേണിംഗ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്തത്. ഹലോ ഹലോ അനഘ, ഓക്കെ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ആ സർ, ഓക്കെ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത് ലേണിംഗ് മൾട്ടിപ്പിൾ ക്ലാസ്സുകളാണ്. അപ്പോൾ അതിൽ ഓക്കെ 2 ക്ലാസ് പ്രോബ്ലം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ ഡിസ്കസ് ചെയ്തത് ജനറൽ കേസ്, അതായത് മൾട്ടി ക്ലാസ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഉണ്ടാവും അതിൽ, ആ ടൈപ്പ് പ്രോബ്ലം. അതിൽ ജനറൽ കേസ് ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റൻസ്, അതിൻ്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തു, അതൊക്കെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ടോട്ടൽ എംപിരിക്കൽ എറർ ആണ്. അപ്പോൾ എറർ എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? മിസ്ക്ലാസിഫിക്കേഷൻ ആണ് എറർ എന്ന് വെച്ചാൽ. എറർ എന്ന് വെച്ചാൽ മിസ്ക്ലാസിഫിക്കേഷൻ. ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോട്ടൽ എംപിരിക്കൽ എറർ ആണ്. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, നിങ്ങൾ ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ഒന്ന് ലാപ്പ് ശരിയാക്കാം. ഹലോ, ഓക്കെ ഓക്കെ റിസ്വിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. റിസ്വിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. മസ്ന ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഓക്കെ 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 അല്ലേ? ശരി, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത് മൾട്ടി ക്ലാസ് പ്രോബ്ലം ആണ്. അപ്പോൾ അതിൽ എംപിരിക്കൽ എറർ എന്ന ടേമിലാണ് അടുത്തായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എറർ എന്ന് വെച്ചാൽ എന്താണ് ബേസിക്കലി? അതായത് ക്ലാസിഫിക്കേഷൻ്റെ കേസിൽ എറർ എന്ന് വെച്ചാൽ മിസ്ക്ലാസിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക, മിസ്ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ മിസ്ക്ലാസിഫിക്കേഷനാണ് എറർ എന്ന് പറയുക ഇൻ ദ കേസ് ഓഫ് എ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ എംപിരിക്കൽ എറർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ദ ടോട്ടൽ എംപിരിക്കൽ എറർ ടേക്സ് എ സം ഓവർ ദ പ്രഡിക്ഷൻസ് ഫോർ ഓൾ ക്ലാസ്സസ് ഓവർ ഓൾ ഇൻസ്റ്റൻസസ്. മീൻസ് എന്താണ്? നമ്മളെല്ലാ ഇൻസ്റ്റൻസസും അപ്ലൈ ചെയ്യും. അപ്പോൾ ഓരോ ക്ലാസ്സിന് ഓരോ മോഡൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ എറേഴ്സിനാണ് ടോട്ടൽ എംപിരിക്കൽ എറർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എംപിരിക്കൽ എറർ ഈസ് ഡിഫൈൻഡ് ഇൻ ദിസ് വേ. സോ E of hi where I varies from 1 to k given x ഇവിടെ
എറർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കുക, ശ്രദ്ധിക്കുക. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ഇസ് ദ ട്രെയിനിങ് സെറ്റ്. അപ്പോൾ ട്രെയിനിങ് സെറ്റിൽ ട്രെയിനിങ് ഇൻസ്റ്റൻസസ് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ഈ ട്രെയിനിങ് ഇൻസ്റ്റൻസ് നമ്മൾ ഈ മോഡലിലോട്ട് അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ക്യാപിറ്റൽ എക്സ്. ക്യാപിറ്റൽ എക്സ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ ട്രെയിനിങ് ഡാറ്റയാണ്. അപ്പോൾ ഓൾ ട്രെയിനിങ് ഡാറ്റ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഗിവൺ എക്സ്, then E of what is the empirical error E? E means the empirical error, which is defined in this way: Hi, where I varies from 1 to k, given x is equal to sigma t is equal to 1 to n, sigma I equal to 1 to k, Hi of xp not equal to RIT. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് എറർ എന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, അതായത് അപ്പോൾ എറർ എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ഒരു ഇൻസ്റ്റൻസ് റോങ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക, അതിനെയാണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ റോങ് പ്രഡിക്ഷൻ ആണ് ഇവിടെ എറർ എന്ന് പറയുന്നത്. അപ്പോൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, അതായത് ഈ ഒരു ടേം കണ്ടോ, ഈ ഒരു ടേം എന്താ മീൻ ചെയ്യുന്നത്? ടി ഈസ് ഈക്വൽ ടു 1 to n. മീനിങ് എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഇൻസ്റ്റൻസസും ട്രെയിനിങ് ഇൻസ്റ്റൻസസ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇവിടെ വേറൊരു ടേം ആണ്. ഈ ഒരു ടേമാണ് എറർ ടേം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാറ്റ, ട്രെയിനിങ് ഡാറ്റ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അത് ഇവിടെ കാണാം, സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to k, Hi of xt നോട്ട് ഈക്വൽ ടു RIT എന്നാണ്. അതായത് നിങ്ങളുടെ ട്രെയിനിങ് ഡാറ്റ അപ്ലൈ ചെയ്തിട്ട് ഓരോ മോഡലിനും അപ്ലൈ ചെയ്യാം. അതായത് ഐ ഈസ് ഈക്വൽ ടു 1 to k, k മോഡലുണ്ട്, k മോഡലിനും അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഇത് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ഓരോ മോഡലിലും Hi of xt നോട്ട് ഈക്വൽ ടു RIT എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. അങ്ങനെയാണ് എറർ കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തെടുക്കാനും, ഈ ഒരു ഇക്വേഷൻ എറർ, എംപിരിക്കൽ എറർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ്, note empirical error is the proportion of training instances where prediction of H does not match with the required target value given in X. അപ്പോൾ നമുക്ക് empirical error എന്ന് വെച്ചാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ട്രെയിനിങ് ഇൻസ്റ്റൻസസ് where predictions of H does not match with the required target values. എംപിരിക്കൽ എറർ എന്ന ടേം എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. പിന്നെ ടോട്ടൽ എംപിരിക്കൽ എറർ ആണ് ഇവിടെ തന്നിരിക്കുന്ന ടേം. ഒരു ടോട്ടൽ എംപിരിക്കൽ എറർ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എംപിരിക്കൽ എറർ എന്ന് വെച്ചാൽ എന്താണ്? എംപിരിക്കൽ എറർ ഇസ് ദ proportion of training instances where prediction of H does not match with the required target value given in X. ഇതിന്റെ മീനിങ് എന്താണ്? ഇത് നോക്കുക, അതായത് ഒരു 2 ക്ലാസ് പ്രോബ്ലം എടുക്കുക. 2 ക്ലാസ് പ്രോബ്ലത്തിൽ എത്ര മോഡൽ ഉണ്ടാവും? അതായത് ഒരു 2 ക്ലാസ് പ്രോബ്ലം എടുക്കും നമ്മൾ. ഒരു 2 ക്ലാസ് പ്രോബ്ലം എടുക്കും. 2 ക്ലാസ് പ്രോബ്ലത്തിൽ ഒരു മോഡലാണ് ഉണ്ടാവുക. ആ മോഡലിന്റെ എറർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാൽ, ഇ ഓഫ് എച്ച് ഗിവൺ എക്സ്, അതായത് എച്ച് എന്നതാണ് മോഡല്, എക്സ് ഇസ് ദ ട്രെയിനിങ് ഡാറ്റ. അപ്പോൾ ട്രെയിനിങ് ഡാറ്റ ഒരു ഡാറ്റ സെറ്റ്. അപ്പോൾ ഡാറ്റ സെറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എന്ന മോഡല് ഉണ്ടാക്കുന്ന എറർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യാതെ, അതായത് എംപിരിക്കൽ എറർ എന്താന്ന് നോക്കാം. അതായത് 2 ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസ് എടുക്കുക. 2 ക്ലാസ് പ്രോബ്ലത്തില് ഒരു മോഡൽ അല്ലേ ഉണ്ടാവുക, അല്ലേ? അതായത്
ഒരു മോഡലാണ് പോസിറ്റീവിനെയും നെഗറ്റീവിനെയും സെപ്പറേറ്റ്, അതായത് ഒരു സൊല്യൂഷനാണ് ഉണ്ടാവുക 2 ക്ലാസ് പ്രോബ്ലത്തിൽ. അപ്പോൾ ആ സൊല്യൂഷനാണ് എച്ച്, ഒരു സിംഗിൾ സൊല്യൂഷൻ. അതിൻ്റെ എറർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇ ഓഫ് എച്ച് ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? അതായത് ഈ കണ്ടീഷൻ ശ്രദ്ധിക്കുക, എച്ച് ഓഫ് എക്സ് ടി നോട്ട് ഈക്വൽ ടു ആർ ടി. അതായത് നിങ്ങൾ ഈ മോഡലിനെ എക്സ് ടി എന്നൊരു ട്രെയിനിങ് ഇൻസ്റ്റൻസ് കൊടുത്തു. അപ്പോൾ അത് നോട്ട് ഈക്വൽ ടു ആർ ടി ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെങ്കിൽ എറർ ആയിരിക്കും. ഇതാണ് ആക്ച്വലി എറർ എന്ന സിറ്റുവേഷൻ വരുന്നത്. ഇതാണ് എറർ കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ എത്ര എറേഴ്സ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെന്ന് വെച്ചാൽ എറർ കണ്ടീഷനാണ്. അതായത് എച്ച് എന്ന മോഡലിലോട്ട് ട്രെയിനിങ് ഇൻസ്റ്റൻസ് കൊടുത്തു. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്ന ആർ ടി ആണ്. അത് കറക്റ്റ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് അല്ല വരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് എറർ എന്ന് പറയാം. അപ്പോൾ എറർ എന്ന ടേം ഇതാണ്, എച്ച് ഓഫ് എക്സ് ടി നോട്ട് ഈക്വൽ ടു ആർ ടി ആണെങ്കിൽ എററാണ്. അപ്പോൾ നിങ്ങൾ ഒരു മോഡൽ കൺസിഡർ ചെയ്താൽ അതിൽ n ട്രെയിനിങ് ഇൻസ്റ്റൻസ് കൊടുത്താൽ എത്ര എറർ ടേംസ് വരുമെന്ന് കൗണ്ട് ചെയ്യാം. അതായിരിക്കും ആ മോഡലിന്റെ എംപിരിക്കൽ എറർ. അപ്പോൾ 2 ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിൽ എന്താണ് എംപിരിക്കൽ എറർ എന്ന കാര്യം മനസ്സിലാക്കുക. 2 ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിൽ എംപിരിക്കൽ എറർ എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് എറർ ടേം. സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. എറർ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇത് നോക്കുക. എറർ എന്ന് വെച്ചാൽ പ്രഡിക്ഷൻസ് ഓഫ് എച്ച് ഡസ് നോട്ട് മാച്ച് വിത്ത് ദ റിക്വയർഡ് ടാർഗറ്റ് വാല്യൂ. ഇതാണ് എറർ എന്ന കണ്ടീഷൻ. അപ്പോൾ അതിന്റെ ഈ ടേം ശ്രദ്ധിക്കുക. പ്രഡിക്ഷൻ ഓഫ് എച്ച് എന്ന് വെച്ചൊരു മോഡൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ, അത് ഡസ് നോട്ട് മാച്ച് വിത്ത് ദ റിക്വയർഡ് ടാർഗറ്റ് വാല്യൂ. ഇതാണ് എറർ. അപ്പോൾ ആ ടേം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, എച്ച് ഓഫ് എക്സ് ടി നോട്ട് ഈക്വൽ ടു ആർ ടി. ഓക്കെ, അപ്പോൾ അതാണ് എറർ. അപ്പോൾ ഒരു മോഡലിന്റെ എറർ എന്ന് വെച്ചാൽ എന്താണ്? n ഇൻസ്റ്റൻസ് ആ മോഡലിലോട്ട് അപ്ലൈ ചെയ്തിട്ട് എത്ര എറർ ടേംസ് എറർ വരുന്നുണ്ട്, എത്ര മിസ്ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ മിസ് പ്രഡിക്ഷൻ വരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതാണ് ഒരു സിംഗിൾ മോഡലിന്റെ എറർ. അപ്പോൾ 2 ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എംപിരിക്കൽ എറർ എന്നാണ്. എംപിരിക്കൽ എറർ ഒന്ന് ശ്രദ്ധിക്കുക. 2 ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിൽ എറർ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ടേം എംപിരിക്കൽ എറർ എന്നാണ്. അതായത് കൺസെപ്റ്റ് ഇതാണ്, നിങ്ങളുടെ മോഡലിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? n ഇൻസ്റ്റൻസ് അപ്ലൈ ചെയ്യുന്നു. നിങ്ങളുടെ ട്രെയിനിങ് സെറ്റിലെ എല്ലാ ഇൻസ്റ്റൻസും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ മോഡൽ എത്ര മിസ്ക്ലാസിഫിക്കേഷൻ എറേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് കൗണ്ട് ചെയ്യാം. അതിന്റെ ടോട്ടൽ സമ്മാണ് എംപിരിക്കൽ എറർ എന്ന് വെച്ചാൽ 2 ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിൽ. പിന്നെ അതിനുശേഷം നമ്മൾ മൾട്ടി ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിലാകുമ്പം എറർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കിയാൽ. അപ്പോൾ മൾട്ടി ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിൽ ഓൾറെഡി പറഞ്ഞു എത്ര സൊല്യൂഷൻ ഉണ്ടാവും? k പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ n ഇൻസ്റ്റൻസ് k പ്രോബ്ലംസിനും k മോഡൽസിനും അപ്ലൈ ചെയ്യാം. എന്നിട്ട് വരുന്ന ടോട്ടൽ എറർ കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ടോട്ടൽ എംപിരിക്കൽ എറർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. എന്താണ് എംപിരിക്കൽ എറർ, എന്താണ് ടോട്ടൽ എംപിരിക്കൽ എറർ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ക്വസ്റ്റ്യൻ ആണോ? ഹലോ, നേഹ എന്ന് പറഞ്ഞു, ഒന്ന് റെസ്പോണ്ട് ചെയ്ത. നേഹ ഒന്ന് റെസ്പോണ്ട് ചെയ്ത. നേഹ, എംപിരിക്കൽ എറർ
എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എംപിറിക്കൽ എറർ. എംപിറിക്കൽ എറർ ഏത് ക്ലാസ് പ്രോബ്ലത്തിനാണ് യൂസ് ചെയ്യുക? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എംപിറിക്കൽ എറർ ഏത് ക്ലാസ് പ്രോബ്ലത്തിനാണ് യൂസ് ചെയ്യുക? മൾട്ടി ക്ലാസ് പ്രോബ്ലത്തിനാണോ 2 ക്ലാസ് പ്രോബ്ലത്തിനാണോ? നേഹ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. 2 ക്ലാസ് പ്രോബ്ലത്തിനാണോ? എന്താ 2 ക്ലാസ് പ്രോബ്ലം? 2 ക്ലാസ് പ്രോബ്ലത്തിന്റെ മോഡൽ 2 ക്ലാസ് പ്രോബ്ലത്തില് ആ പ്രോബ്ലത്തിന്റെ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യുന്നത്? എംപിറിക്കൽ എറർ എന്ന ടേം യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് ഇതാണ്. അതായത് 2 ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിൽ ഒരു മോഡൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു സിംഗിൾ മോഡലേ ഉണ്ടാവൂ. ഫോർ എക്സാമ്പിൾ, ഒരു കറക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ തരുന്ന ഒരു മോഡൽ ഉണ്ടെന്ന് സപ്പോസ് ചെയ്യാം. ആ മോഡൽ കറക്റ്റ് ആയിട്ട് പോസിറ്റീവിനെയും നെഗറ്റീവിനെയും സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഒരു മോഡലാണ് ഉണ്ടാവുക. അതാണ് എച്ച് എന്ന് സപ്പോസ് ചെയ്യാം. എച്ച്. അപ്പോ ഈ 2 ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിൽ നമ്മൾ എംപിറിക്കൽ എറർ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇ ഓഫ് എച്ച് ഗിവൺ എക്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എച്ച് ഓഫ് എക്സ് ടി നോട്ട് ഈക്വൽ ടു ആർ ടി. എങ്ങനെയാണ് എറർ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പൊ ഈ ടേം എന്താന്ന് വെച്ചാല് ഇതിന്റെ ഉള്ളിലത്തെ ഈ ഒരു ടേം എച്ച് ഓഫ് എക്സ് ടി നോട്ട് ഈക്വൽ ടു ആർ ടി എന്ന് വെച്ചാൽ എറർ സിറ്റുവേഷൻ ആണ്. അതായത് ഈ ഒരു സിറ്റുവേഷൻ, അതായത് എപ്പോഴാണ് എറർ വരും, ഒരു മോഡൽ എപ്പോഴാണ് എറർ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ prediction of H, prediction of that model does not match with the required target value. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു 2 ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിൽ ഒരു എച്ച് എന്ന മോഡലിന്റെ എറർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ട്രെയിനിങ് സെറ്റിലെ n ഇൻസ്റ്റൻസ് അപ്ലൈ ചെയ്യും, എന്നിട്ട് എത്ര എറേഴ്സ് ഉണ്ടാവുമെന്ന് കൗണ്ട് ചെയ്യും. അതായിരിക്കും ക്ലാസ് പ്രോബ്ലത്തിന്റെ എറർ. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എംപിറിക്കൽ എറർ എന്നാണ്. എംപിറിക്കൽ എറർ. ഇപ്പം സപ്പോസ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു മോഡൽ ഉണ്ട്, 100 എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ 100 എക്സാമ്പിൾസ് ഈ മോഡലിന് അപ്ലൈ ചെയ്യും. അപ്പോൾ അതിൽ സപ്പോസ് 90 എക്സാമ്പിൾസ് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. 90 എക്സാമ്പിൾസിന് കറക്റ്റ് ടാർഗറ്റ് വാല്യൂ എന്ന് റെസ്പോൺസായി കിട്ടി. പക്ഷെ 10 എക്സാമ്പിൾസിന് കറക്റ്റ് പ്രഡിക്ഷൻ അല്ല വന്നത്. അങ്ങനെയാണെങ്കിൽ ആ 10 എക്സാമ്പിൾസ് ആയിരിക്കും എംപിറിക്കൽ എറർ ഓഫ് ദാറ്റ് മോഡൽ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് ആ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശരിക്കും പഠിക്കേണ്ട എംപിറിക്കൽ എറർ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ മൾട്ടി ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിലോട്ട് പോകുമ്പോഴേ എറർ എങ്ങനെ മെഷർ ചെയ്യും? ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ എംപിറിക്കൽ എറർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ എംപിറിക്കൽ എറർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? The total empirical error takes a sum over the predictions for all classes for all instances. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. സം ഓവർ ദ predictions for all classes over all instances. അത് നമ്മൾ മാത്തമാറ്റിക്കലി ഇങ്ങനെയാണ് ഡെനോട്ട് ചെയ്യുക. അതായത് നമുക്കറിയാം മൾട്ടി ക്ലാസ് പ്രോബ്ലത്തിന്റെ കേസിൽ k ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഓരോ മോഡലും പ്രൊഡ്യൂസ് ചെയ്യുന്ന എറേഴ്സ് സം ചെയ്താൽ നമുക്ക് ഫൈനൽ എറർ കിട്ടും, ടോട്ടൽ എംപിറിക്കൽ എറർ കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എറർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കുക. ഇ ഓഫ് എച്ച് ഐ വർ ഐ ഈക്വൽ ടു 1 to k. k മോഡൽസ് ഉണ്ടാവും. ആ k മോഡൽസ് ടോട്ടലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എറർ എന്ന് വെച്ചാൽ സിഗ്മ ടി ഈസ് ഈക്വൽ ടു 1 to n. അതായത് n ഇൻസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം?
ഓരോ മോഡലിലോട്ടും അപ്ലൈ ചെയ്യാം. ഇത് കണ്ടോ, ഇത് എറർ ടേം ആണ്. ഇത് എറർ ടേം i equal to 1 to k. അപ്പോൾ i എന്ത് ചെയ്യും, 1 to k ആവും. അതായത് ഫസ്റ്റ് മോഡലിന് നമ്മൾ എല്ലാ ഇൻസ്റ്റൻസും അപ്ലൈ ചെയ്യാം. സപ്പോസ് k3 ആണ്, k3 3 മോഡൽസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ n ഇൻസ്റ്റൻസ് എടുക്കുക, എന്നിട്ട് ഫസ്റ്റ് മോഡലിന് അപ്ലൈ ചെയ്യാം, വരുന്ന എറർ കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത് എന്ത് ചെയ്യാം, n ഇൻസ്റ്റൻസ് എടുത്ത് സെക്കൻഡ് മോഡലിന് അപ്ലൈ ചെയ്യുക, എന്നിട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ n ഇൻസ്റ്റൻസ് എടുത്തിട്ട് തേർഡ് മോഡലിന് അപ്ലൈ ചെയ്യുക, എറർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ എംപിരിക്കൽ എറർ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇക്വേഷൻ ഒന്ന് ഫെമിലറൈസ് ചെയ്യുക, എക്സാമിന് ചോദിച്ചതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് പറയണം. അപ്പോൾ അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അനലൈസിങ് ആൻ ഇമേജ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ബേസ്ഡ് ഓൺ വേരിയസ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഒരു മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ്. പിന്നെ റെക്കഗ്നൈസിങ് ക്യാരക്ടേഴ്സ്, അതൊക്കെ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയും. പിന്നെ അടുത്ത പറയുന്നത് റിജക്റ്റ് എന്ന ടേം എന്താണ്. റിജക്റ്റ്, when no or two or more hi of x is 1, then we cannot choose a class, and this is the case of doubt, and classifier reject such cases. അപ്പോൾ റിജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ടേം ആണ് റിജക്റ്റ്. അപ്പോൾ റിജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, വെൻ നോ എന്ന് വെച്ചാൽ ഒരു ക്ലാസിഫയറും ഇല്ല. ഓക്കെ, വെൻ നോ or when no, none of them, or two or more hi of x is 1, we cannot choose a class, and this is the case of doubt, and classifier reject such cases. ഇതിനാണ് റിജക്ഷൻ എന്ന കേസ് പറയുന്നത്. ഇതിന്റെ മീനിങ് എന്താണ്, ഇതിന്റെ മീനിങ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് സപ്പോസ് 3 മോഡൽ ഉണ്ട്. ഞാൻ ഇതിന്റെ ഈ ഒരു ഫിഗറിലോട്ട് വരാം. സപ്പോസ് ഈ ഒരു ഫിഗർ എടുക്കുക, നിങ്ങൾ ഈ ഒരു ഫിഗർ എടുക്കുക. ഇതില് ഇതൊരു മോഡലാണ്, നമ്മൾ പറഞ്ഞു, ഇതൊരു മോഡല്. ഓക്കെ, ഈ കൺസെപ്റ്റ് ഇതാണ് പറയുന്നത്. ഇതൊരു മോഡല്, ഇത് H1 എന്ന് പറയുന്നു. ഓക്കെ, ഇത് H1. നെക്സ്റ്റ് അടുത്ത രണ്ടാമത്തെ മോഡൽ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ മോഡൽ ഏതാണ്, ഇത് വേറൊരു മോഡലാണ്. ഇത് H2 എന്ന് പറയാം. ഇത് H2, സെക്കൻഡ് വൺ ആണ് H2. ഓക്കെ, ഈ കേസിൽ സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, H2 എന്ന മോഡലാണ് ഇത്. അപ്പോൾ ഞാൻ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്, ശ്രദ്ധിക്കൂ, ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പോയിന്റ്, ഇവിടെയാണ് ഞാൻ അപ്ലൈ ചെയ്ത ഇൻപുട്ട് വരുന്നത്, ഈ ഒരു പോയിന്റ്. ഈ കേസിൽ H1 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരാളൊന്ന് പറഞ്ഞു, മസ്നെ ഒന്ന് പറഞ്ഞു. H1 എന്ത് ചെയ്യും? 1 പ്രൊഡ്യൂസ് ചെയ്യും. H2 എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഔട്ട്പുട്ട് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? 1 അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുക? 1 പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് എന്ത്, റിജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, മസ്ന ആയിക്കോ. അതായത് ഒരു കേസ് പറയുന്ന 2 മോഡൽസ്
ഔട്ട്പുട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? 1 എന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടോ അതിലധികമോ വരാം. ഓക്കെ, മിനിമം 2, ഈ കേസിൽ 2 എണ്ണം വരുന്നു. അതിലധികം വരാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് എന്ന് വെച്ചാൽ റിജക്റ്റ് ആണ്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കോ? അതാണ് ഫസ്റ്റ് പറയും റിജക്റ്റ് എന്ന് വെച്ചാൽ. സോ നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാം. ഇവിടെ പറയുന്നത് 2 or more hi of x is 1. ഓക്കെ, അതാണ് ഒരു സിറ്റുവേഷൻ. ഓർ നോ. നോ മീൻസ് എന്താണ്? ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ കേസിൽ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ്. സപ്പോസ് ഞാൻ അപ്ലൈ ചെയ്ത ഇൻപുട്ട് ഇവിടെയാണ്. ഈ കേസിൽ വരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്ത്. സപ്പോസ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് ഇവിടെയാണ് വന്നതെങ്കിൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ വരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? H1 എന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരാൾ പറഞ്ഞു പെട്ടെന്ന്, അനഘ ഒന്ന് പറഞ്ഞു. H1 0. H1 0 ആയിരിക്കും, H2 0 ആയിരിക്കും, H3 എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസസ് എന്താണ്? ആക്ച്വലി റിജക്റ്റ് കേസസ് ആണ്, അല്ലേ? അതായത് ഇവിടെ ഇൻപുട്ട് വന്നാലും ഇവിടെ ഇൻപുട്ട് വന്നാലും ഈ രണ്ട് കേസസും എന്താണ്? റിജക്റ്റ് കേസസ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് റിജക്റ്റ് എന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് റിജക്റ്റ് എന്ന് വെച്ചാൽ വെൻ നോ, അതായത് നൺ ഓഫ് ദ മോഡൽ ഓർ 2 or more hi of x is 1, we cannot choose a class. And this is the case of a doubt, and a classifier reject such cases. അപ്പോൾ റിജക്റ്റ് എന്താണെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. വാട്ട് ഈസ് മീൻ ബൈ റിജക്റ്റ്? ചെറിയൊരു പോയിന്റ്, വളരെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനേ ഉള്ളൂ ഇതിൽ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ റിജക്റ്റ് എന്ന് വെച്ചാൽ കൺസെപ്റ്റ് ഇതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. റിജക്റ്റ് എന്ന് വെച്ചാൽ ഇതാ സിറ്റുവേഷൻ, ഇതിന്റെ കൺസെപ്റ്റ് ഇതാണ്. ഈ ഒരു സിറ്റുവേഷൻ ആണ് ആക്ച്വലി ഇതിന്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ റിജക്റ്റ്. ദെൻ അനദർ ഈസ് നെക്സ്റ്റ് ടോപ്പിക്, നോയ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ കൺസെപ്റ്റ് ഓഫ് നോയ്സ്. വാട്ട് ഈസ് മീൻ ബൈ നോയ്സ്? നോയ്സ് ഈസ് എനി അൺവാണ്ടഡ് അനോമലി ഇൻ ദ ഡാറ്റ. അതായത് നമ്മുടെ ട്രെയിനിങ് ഡാറ്റയിൽ, ഡാറ്റ എന്ന് വെച്ചാൽ ഇവിടെ യൂസ് ചെയ്യുന്ന എന്താണ്? ട്രെയിനിങ് ഡാറ്റയിൽ വരുന്ന ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ അനോമലീസിനെ എന്താ പറയാ? നോയ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നോയ്സ് ഉണ്ടായാൽ എന്താണ് പ്രോബ്ലം? ഡ്യൂ ടു നോയ്സ് ദ ക്ലാസ് മേ ബി മോർ ഡിഫിക്കൽട്ട് ടു ലേൺ ആൻഡ് സീറോ എറർ may not be possible with a simple hypothesis class. അതായത് ഞാൻ പറഞ്ഞു, നമ്മുടെ ട്രെയിനിങ് ഡാറ്റയിലുണ്ട്, നമ്മൾ ട്രെയിൻ ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്ന ഡാറ്റയിൽ ഉണ്ടാവുന്ന എററിനെയാണ് എന്ത് പറയാ? നോയ്സ് എന്ന് പറയാം. അപ്പോൾ നോയ്സ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ നോയ്സ്? നോയ്സ് ഈസ് എനി അൺവാണ്ടഡ് അനോമലി ഇൻ ദ ഡാറ്റ, ട്രെയിനിങ് ഡാറ്റ. ഇനി നോയ്സ് ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ഡ്യൂ ടു നോയ്സ് the class may be more difficult to learn. ഓക്കെ, അതായത് നോയ്സ് ഉണ്ടായാൽ ലേണിംഗ് പ്രോസസ്സ് എന്താവും? കോംപ്ലക്സ് ആവും. ട്രെയിനിങ് ഡാറ്റയിൽ നോയ്സ് ഉണ്ടായാൽ അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ the learning become complex. Okay, so due to noise the class may be more difficult to learn and zero error may not be possible with a simple hypothesis class. ഇനി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ പറയാം. സപ്പോസ് നിങ്ങൾക്കറിയാം, ഇവിടെ നോട്ട് ചെയ്യാം, ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു ഫിഗർ, ഇതിൽ നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് പോയിന്റ്സ് കാണാം അല്ലെ? ഇത് നെഗറ്റീവ് 2. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി, സിമ്പിൾ ആണ്. ഇത് നെഗറ്റീവ്, ഇതൊക്കെ നെഗറ്റീവ് പോയിന്റ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ നെഗറ്റീവ് പോയിന്റ്സ്. ഇതെന്താണ്? പോസിറ്റീവ് പോയിന്റ്സ്. ഓക്കെ, പോസിറ്റീവ് പോയിന്റ്സ്. ഇത്
പോസിറ്റീവ് പോയിന്റ്സ്. കൺസെപ്റ്റ് ഇത്രേ പറയാനില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇത് പോസിറ്റീവ് പോയിന്റ്സ്. അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലം എന്താണ്? ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? നെഗറ്റീവിനെയും പോസിറ്റീവിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ കണ്ടുപിടിക്കണം, അല്ലേ? അല്ലേ? അത്രേ വേണം. അതായത് ഈ ഒരു കേസ് എന്ന് വെച്ചാല് ഞാനിപ്പം കൺസിഡർ ചെയ്ത പോയിന്റ്സ് മാത്രം നോക്കുക. പ്ലസ് പ്ലസ്, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അതായത് നോയ്സ് ഇല്ലാത്ത കേസാണ്. നോയ്സ് ഇല്ലാത്ത കേസില് പ്രോബ്ലം എന്താണ്? ഈ കേസിലെ ആക്ച്വൽ പ്രോബ്ലം എന്താണ്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു മോഡൽ കണ്ടുപിടിക്കണം. ആ മോഡൽ എന്ത് ചെയ്യണം? പോസിറ്റീവിനെയും നെഗറ്റീവിനെയും സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു മോഡൽ കണ്ടുപിടിച്ചൂടെ സിമ്പിൾ ആയിട്ട്? അതായത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു സ്ക്വയർ മോഡൽ നമുക്ക് കണ്ടുപിടിക്കാം. അതെന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് പോസിറ്റീവിനെയും നെഗറ്റീവിനെയും സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ. ബട്ട് സപ്പോസ് രണ്ട് അഡീഷണൽ പോയിന്റ്സ്, ഒരു പ്ലസ് പോയിന്റ് ഇവിടെ കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കണ്ടോ ഒരു പ്ലസ് പോയിന്റ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് പോയിന്റ് ട്രെയിനിങ് ഡാറ്റയിൽ വന്നു. ഇത് രണ്ട് നോയ്സ് പോയിന്റ്സ് ആണ്. ഈ രണ്ട് നോയ്സ് പോയിന്റ്സ് വന്ന എഫക്റ്റ് എന്തായിരിക്കും? നമുക്ക് യൂഷ്വൽ കേസിൽ നമുക്കൊരു സ്ക്വയർ മതി പ്രോബ്ലം സോൾവ് ചെയ്യാൻ. പക്ഷെ ഡ്യൂ ടു ദിസ് നോയ്സ് എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടുപിടിക്കേണ്ട മോഡൽ എന്തായി മാറും? ഇങ്ങനെ ഒരു ഷേപ്പ് ആയിട്ട് മാറും, അല്ലേ? പ്രോബ്ലത്തിന്റെ ഈ ഒരു ഷേപ്പ് കണ്ടുപിടിക്കേണ്ടി വരും. അതായത് ഈ മോഡലിന്റെ കോംപ്ലക്സിറ്റി എന്ത് ചെയ്തു? അതായത് സ്ക്വയറിന് പകരം നമുക്ക് ഇങ്ങനെ ഒരു കർവില്ല ഷേപ്പ് കണ്ടുപിടിക്കാം. അതായത് സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ സിമ്പിൾ പ്രോബ്ലം, സിമ്പിൾ മോഡലാണ്. അപ്പൊ ഈ ഷേപ്പ്, ഈ കർവില്ല ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഷേപ്പ് കോംപ്ലക്സ് ആണ്. അപ്പൊ പ്രോബ്ലം എന്തായി? കോംപ്ലക്സ് ആയി മാറും. ഓക്കെ, അതാണ് ഇതിന്റെ കൺസെപ്റ്റ് പറയുന്നത്. അതായത് ഈ നോയ്സ് ഡാറ്റ, ഇവിടെ നോയ്സ് എന്ന ഈ രണ്ട് പോയിന്റ് കൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്തായി മാറി? കോംപ്ലക്സ് ആയി മാറി. ഓക്കെ, അതാണ് നോയ്സിന്റെ എഫക്റ്റ്. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ നോയ്സ്? നോയ്സിന്റെ എഫക്റ്റ് എന്താണെന്ന കാര്യം മനസ്സിലാക്കുക. എന്താണ് നോയ്സ്? നോയ്സിനെ കൊണ്ടുള്ള എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ്, because of noise we may want to find a hypothesis H2 more complex than H1. ഇതാണ് ഇതിന്റെ പ്രോബ്ലം. ഓക്കെ, അപ്പോ ഇതാണ് നോയ്സിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് നോയ്സ് എന്ന് ചോദിക്കാം. ഇതൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ കൺസെപ്റ്റ് ഇതാണ്. സപ്പോസ് കുറെ പോയിന്റ്സ് ഉണ്ട്, ഇവിടെ രണ്ട് നോയ്സ് പോയിന്റ്സ് വന്നു, ട്രെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന രണ്ട് നോയ്സ് പോയിന്റ്സ് വന്നു. അപ്പൊ ഈ നോയ്സ് പോയിന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മോഡൽ കണ്ടുപിടിച്ചാൽ മതി. അതെന്ത് ചെയ്യും? പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കറക്റ്റായി സെപ്പറേറ്റ് ചെയ്യും. അതാണ് H1. പക്ഷെ ഈ നോയ്സ് പോയിന്റ് വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ബിക്കോസ് ഓഫ് ദാറ്റ് ഈ രണ്ട് പോയിന്റ്സ് വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു? ഇങ്ങനെ ഒരു കുറച്ചും കൂടി കോംപ്ലക്സ് ആയ ഒരു മോഡൽ കണ്ടുപിടിക്കണം. മീൻസ് എന്ത് സംഭവിച്ചു? മോഡലിന്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ലേണിംഗ് ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ അതാണ് അതിന്റെ എഫക്ട്. ബിക്കോസ് ഓഫ് നോയ്സ് വി മേ വാണ്ട് ടു ഫൈൻഡ് എ ഹൈപ്പോത്തിസിസ് H2 മോർ കോംപ്ലക്സ് ദാൻ H1. സാധാരണ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കോംപ്ലക്സ് ആയി മാറും. ഇതാണ് നോയ്സിന്റെ ഒരു എഫക്റ്റ്. ഇതുപോലെ തന്നെ ഇതാണ് നോയ്സിന്റെ എഫക്റ്റ് കേട്ടോ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് റീസൺസ് ഫോർ നോയ്സ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എനിവേ കഴിഞ്ഞ ക്ലാസ് ഒരുപാട് ആബ്സെൻറ്റീസ് ഉണ്ട്, 20 പേര് ആബ്സെന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, താങ്ക് യു. സർ, വിഷ്ണു ആണ്. അറ്റൻഡൻസ് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുന്നില്ല.